സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാമേശ്വരത്താണ് ഉള്ളത്. രാമേശ്വരത്ത് സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. അതെ, രാവിലെ എണീറ്റു, എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാൻ പോകണം. അതിന് ശേഷം വേണം ഡ്രസ്സ് മാറിയിട്ട് അടുത്ത കാഴ്ചകളിലേക്ക് ഒന്ന് കോവിലിൽ പോകണം. അതിനുശേഷം പിന്നെ ഇന്നത്തെ പ്ലാന് ധനുഷ്കോടിയാണ്. പിന്നെ കുറച്ച് റീൽസ്, ഫോട്ടോസ്, അങ്ങനത്തെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ റൂമൊന്ന് മാറ്റി. നല്ല രാത്രിയായപ്പോൾ ഇപ്പോൾ അതായത് പുതിയ റൂം AC റൂമിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. രാത്രിയായപ്പോൾ ഭയങ്കര ചൂട്, നല്ല വേർപ്പും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡേഷൻ. ഇഡ്ഡലി, 2 ടൈപ്പ് ഉപ്പുമാവ്, സാമ്പാർ, ചട്നി, വട, തൈര് സാധനം അല്ലേ? ഉപ്പുമാവ് തന്നെ, 3 ഉപ്പുമാവാ. അതാണ്, അത് റവ ഉപ്പുമാവ്. സേമിയ ഉപ്പുമാവ് ഞാൻ എടുത്തു. ചേട്ടാ ഇപ്പം കഴിക്കണേ? പൊങ്കൽ. അതന്നെ ഞാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചപ്പോൾ അതിരിയ റൂമിലേക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകണം. എങ്ങനെയുണ്ട് ഭക്ഷണം? കൊള്ളാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട നന്നായിട്ടുണ്ട്. കോഫിയും ചായ പിന്നെ പാലിനൊക്കെ എക്സ്ട്രാ പൈസയാണ്. ബാക്കി എല്ലാം കോംപ്ലിമെൻ്ററി. അതെ, കൊള്ളാം. ഇപ്പം എന്തായാലും അവിടെ നിർത്തിയില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് രാമേശ്വരത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റുകൾക്കൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിനകത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ നമ്മൾ നേരത്തെ മ്യൂസിയത്തിൽ കണ്ടതുപോലെ തന്നെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങൾ, ഫോട്ടോസ്, സർട്ടിഫിക്കറ്റ്സിൻ്റെ ലാമിനേഷൻസും ഒക്കെ തന്നെ അവിടെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു നിലയിൽ രാമേശ്വരത്തിൻ്റെ പ്രത്യേകതകളായ കടലുൽപ്പന്നങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ഹൗസ് ഓഫ് കലാം എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം ഇറങ്ങുകയാണ് അവിടുന്ന്. നമ്മളപ്പോൾ ധനുഷ്കോടി പൊയ്ക്കൊണ്ടിരിക്കണം. റോഡ് നല്ല തിരക്ക്. ഉച്ചയ്ക്ക് സമയം 12:30 കറക്റ്റ്. നല്ല നട്ടുച്ച, നല്ല വെയിലിങ്ങനെ അടിച്ച് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോവാണ്. ഒരു അരമണിക്കൂർ ട്രാവലാണ് കാണിക്കുന്നത് ഈ ബ്ലോക്കിൽ. ഒരു 26 കിലോമീറ്റേഴ്സ്. അപ്പോൾ നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് വിഭീഷൺ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു കോവിലുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് വേണം അറച്ചൽ മുനയിലേക്ക് പോകാനായിട്ട്. പോയി നോക്കാം. ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അവിടെ നിന്ന് വലിച്ചെറിയരുതെന്ന് പറഞ്ഞു. 20 രൂപ എൻട്രി ഫീസായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റ്. നല്ല റോഡ്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. വെൽ മെയിൻറ്റെയിൻഡ് റോഡ്. അതെ, നല്ല നീറ്റായിരിക്കും. 2 സൈഡും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണം. വേസ്റ്റുകളൊന്നുമില്ല അല്ലേ? നല്ല ക്ലീൻ ചെയ്ത് സൂപ്പറായിട്ടിരിക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കോദണ്ഡ രാമർ ടെമ്പിൾ. ഇവിടെ നിന്ന് ലെഫ്റ്റ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകാൻ പോകുന്നു. ഇവിടെ ഒരേ ബഹളം. വേ ടു കോദണ്ഡ രാമർ ടെമ്പിൾ. നല്ല ഹമ്പ്. 2 സൈഡും നല്ല സീനറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ? പാർക്ക് ചെയ്യാനാണ് പാട്. നല്ല തിരക്കുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സൈറ്റ്.
പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ കുറച്ച് പാട്. തിരികെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് കടലിലേക്ക് കുറച്ച് നടന്നിട്ട് വരാം. നമുക്ക് കോലിന് അങ്ങോട്ട് പോവാം. ചെറിയ ചെറിയ നല്ല റോഡ് അല്ലേ, സ്ട്രെയിറ്റ് റോഡ്. രണ്ട് സൈഡും എന്ത് വെറുതെ സ്ഥലം കിടക്കണു. നമ്മളിതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണേ